ലല്ലു ഒരു ഇൻ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഫസ്മിനിക്ക് തലയ്ക്ക് ഭ്രാന്താണ്. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പോലും അതുണ്ടെങ്കിൽ തൻ്റെ ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഫസ്മിനെ ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെയായിരുന്നു ഇൻ്റർവ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംസാരിച്ച് കണ്ടുകൊണ്ടേ ഇരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഫസ്മിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് പല പെണ്ണുങ്ങളുമായിട്ട് ഉണ്ടാക്കി ഇതേണക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. എന്നിട്ടാണ് തന്നെ പറ്റി ഇതേണക്ക് മോശമായിട്ട് പറയുന്നത്. അതോടെ തന്നെ തനിക്ക് ഭ്രാന്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് ഒരു കുഴപ്പമില്ല, ആകെപ്പാടെ ഡിപ്രഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതിനെയാണ് അവ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്നുള്ള രീതിയിലായിരുന്നു ഫസ്മിനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കപ്പിൾ വേർപിരിഞ്ഞ ഉണ്ടെങ്കിൽ അവർ ഉടനെ വന്നിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തി പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ട്രെൻഡായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ഭാഗം മാത്രമാണ് ഇവരുടെ കാര്യമെന്ന് പറഞ്ഞാലും. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ മറന്നു ഉറങ്ങുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഉടനെ ഇതിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഈ കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അതും കുറച്ച് ദിവസം പൊയ്ക്കൊണ്ടേ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ആക്കിയായിരിക്കും പുതുതായിട്ട് വരാൻ പോകുന്നത്.